ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ പരീക്ഷയ്ക്ക് മുൻവർഷങ്ങൾ ചോദിച്ച മലയാളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. 95/2014 ക്വസ്റ്റ്യൻ പേപ്പർ കോഡായിട്ടുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 റൂറൽ ഡെവലപ്മെന്റ് പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ഈ ജില്ലകളിലേക്ക് 5/7/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്നും നിയോജക പ്രകാരത്തിന് ഉദാഹരണമായി വരുന്നത് ഏത്? നിയോജക പ്രകാരം. ആദ്യം നമുക്ക് നിയോജക പ്രകാരം എന്താണെന്ന് നോക്കാം. പ്രകാരം എന്ന് വെച്ചാൽ ഒരു ക്രിയാധാതു അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന രീതിയാണ് പ്രകാരം. ഒരു ക്രിയാധാതു അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന രീതി. പ്രകാരങ്ങൾ പല വിധങ്ങളുണ്ട്. നിയോജക പ്രകാരം എന്നാൽ നിയോഗം, ആജ്ഞ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് നിയോജക പ്രകാരം. നിയോജക പ്രകാരം എന്നാൽ നിയോഗം, ആജ്ഞ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ധാതുവിൻ്റെ കൂടെ ആട്ടയെന്നോ ഇന്നെന്നോ പ്രത്യയം ചേർക്കണം. അതായത് ധാതുവിൻ്റെ കൂടെ ആട്ടയെന്നോ ഇൻ എന്നോ എന്ന പ്രത്യയം ഉണ്ടെങ്കിൽ അത് നിയോജക പ്രകാരമാണ്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ വരാം, വരണം, വരട്ടെ, വരിക. ഇതിൽ ആട്ട എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്, വരട്ടെ. അപ്പോൾ നിയോജക പ്രകാരം എന്നാൽ നിയോഗം, ആജ്ഞ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. അത് ധാതുവിൻ്റെ കൂടെ ആട്ടയെന്നോ ഇൻ എന്നോ ചേർത്തിരിക്കണം. ഇവിടെ വരട്ടെ. അതാണ് നിയോജക പ്രകാരം. അടുത്തത്, രൂപക സമാസത്തിന് യോജിക്കുന്നത് കണ്ടെത്തുക. രൂപക സമാസം. എന്താണ് സമാസം? സമാസം എന്നാൽ തുല്യ പ്രാധാന്യമുള്ള ഒന്നിലധികം പദങ്ങളെ കൂട്ടിച്ചേർത്ത് ഒറ്റപ്പദമാക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് വേർഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ തുല്യ പ്രാധാന്യമുള്ള ഒന്നിലധികം പദങ്ങളെ കൂട്ടിച്ചേർത്ത് ഒറ്റപ്പദമാക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത്. ഉദാഹരണം, തലവേദന, തലയിലെ വേദനയാണ് തലവേദന എന്ന് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ നോക്കിയാൽ കാണാം, നീലാകാശം, നീല ആകാശം, തീവണ്ടി, തീയും വണ്ടിയും. അങ്ങനെ രണ്ട് സംഭവത്തിനെ തുല്യ പ്രാധാന്യമുള്ള ഒന്നിലധികം പദങ്ങളെ ചേർത്ത് ഒറ്റപദമാക്കിയിരിക്കുന്നു. ഇനി രൂപക സമാസം എന്താണെന്ന് നോക്കാം. പൂർവോത്തര പദങ്ങളെ അഭേദാർത്ഥത്തിൽ സമാസിക്കുന്നതാണ് രൂപക സമാസം. അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങളെ തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് രൂപക സമാസം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, അടിമലർ. അടിമലരാണ് രൂപക സമാസത്തിന് യോജിക്കുന്നത്. സാധാരണയായി ഞാൻ കാപ്പിയാണ് കുടിക്കാറുള്ളത്. ഈ പ്രസ്താവനയിലെ തെറ്റുവരുന്ന ഭാഗം കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. ഇതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ സാധാരണമായി എന്ന് പറയുമെന്ന് അറിയില്ല, സാധാരണ യായി അങ്ങനെയാണ് സാധാരണ പറയാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. ഡാഷ് പാട്ടുകാരനാണ് യേശുദാസ്. വിട്ട ഭാഗത്ത് താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പദം ചേർക്കുക. അനുഗ്രഹീത. അല്ല, ഇതാണ് ശരിയായിട്ട് എഴുതിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അനുഗ്രഹീത എന്നാണ്. അനുഗ്രഹീത എന്ന് എങ്ങനെയാണ് എഴുതുക? ഓപ്ഷൻ ബി, അനുഗ്രഹീത. അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. പാമ്പ് എന്നർത്ഥം വരുന്ന പദം ഏത്? വരാളം. വരാളം എന്നാൽ പാമ്പ് എന്നാണ് അർത്ഥം വരുന്നത്. AV അനിൽകുമാറിൻ്റെ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹത് വ്യക്തി ആരാണ്? EMS. EMS ആണ് AV അനിൽകുമാറിൻ്റെ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹത് വ്യക്തി. ഏകലവ്യൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? KM മാത്യു. KM മാത്യു ആണ് ഏകലവ്യൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. പൂയില്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലേതാണ്? പരിണാമം. പരിണാമം എന്ന നോവലിലെ പ്രശസ്തമായ കഥാപാത്രമാണ് പൂയില്യൻ. മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവല്? വേരുകൾ. വേരുകൾ എന്ന നോവലാണ് മലയാറ്റൂർ രാമകൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിന് സമാനമായത് താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 86/2014 21/6/2014 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 റൂറൽ ഡെവലപ്മെൻറ്റ് കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ഈ ജില്ലകളിലേക്ക് നടന്ന എക്സാമിൻ്റെ
മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. തദ്ധിതത്തിന് ഉദാഹരണം ഏത്? ആദ്യം നമുക്ക് തദ്ധിതം എന്താണെന്ന് നോക്കാം. നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമങ്ങൾക്കാണ് തദ്ധിതം എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പോൾ കുട്ടി എന്ന പദത്തിൽ നിന്നാണ് കുട്ടിത്തം ഉണ്ടായത്. അതുപോലെ മടി, മൂപ്പ് എന്നീ പദങ്ങളിൽ നിന്നാണ് മടിയൻ, മൂപ്പൻ എന്നിങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം തദ്ധിതത്തിന് ഉദാഹരണമാണ്. തദ്ധിതം എന്നാൽ അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്നും വരുന്നത് തുടങ്ങിയ അർത്ഥങ്ങൾ കാണിക്കുന്നതാണ് തദ്ധിതം. അതിൻ്റെ പ്രത്യയം അന്നാണ്. ഒരു വാക്കിൻ്റെ കൂടെ അൻ എന്ന പ്രത്യയം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തദ്ധിതമാണ്. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്നും വരുന്നത് തുടങ്ങിയ അർത്ഥങ്ങൾ കാണിക്കുന്നു. അതാണ് തദ്ധിതം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ജാനകി, നദി, തെക്കൻ, പഴമ. ഇവിടെ അൻ എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നത് തെക്കൻ എന്ന വാക്കിലാണ്. തെക്കൻ, അവിടെ നിന്നും വരുന്നത്, തെക്കിൽ നിന്നും വരുന്നവൻ തെക്കൻ. ആ ഒരു അർത്ഥത്തിൽ തദ്ധിതം തെക്കനാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ തദ്ധിതത്തിലൂടെ അൻ എന്ന പ്രത്യയം ചേർത്തിട്ടുണ്ടാവും. അതാണ് തദ്ധിതം. അടുത്തത് ഇവൾ. ഇതിലെ സന്ധി ഏത്? ആഗമസന്ധിയാണ് ഇവൾ. അതായത് രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിനായി അവയ്ക്കിടയിൽ ഒരു വ്യഞ്ജനം കയറുന്നു. ഇതാണ് ആഗമസന്ധി. ഒരു വ്യഞ്ജനം ആഗമിക്കുന്നു. തെറ്റായ വാക്യമേത്? അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. ഇതാണ് തെറ്റായ വാക്യം. ശരിയായ വാക്കേത്? സാമ്രാട്ടാണെന്നാണ് നമ്മൾ സാധാരണ പറയുക. എന്നാൽ സമ്രാട്ട് എന്നാണ് ശരിയായ വാക്യം. താമരയുടെ പര്യായമല്ലാത്തത് ഏത്? വാരിധം താമരയുടെ പര്യായമല്ല. കമലം, രാജീവം, സാരസം ഇവയെല്ലാം താമരയുടെ പര്യായ പദങ്ങളാണ്. കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവാരെ? വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ് കണ്ണീരും കിനാവും എന്ന കൃതി. തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? പി. കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഒറ്റക്കണ്ണൻ പോക്കർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഒറ്റക്കണ്ണൻ പോക്കർ. ആനന്ദിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? മരുഭൂമികൾ ഉണ്ടാകുന്ന കൃതിക്കാണ് ആനന്ദിന് വയലാർ അവാർഡ് ലഭിച്ചത്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ശരിയായ തർജ്ജമ ഏത്? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്റ്റ് 7558071990 അതല്ലെങ്കിൽ ecpsc2@gmail.com. Subscribe for more videos.
To get instant notification for new videos, click on the bell icon.